അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറും ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഈ കേക്കിന് നല്ലൊരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയും എടുക്കാം കേട്ടോ. കടകളിലൊക്കെ കൂടുതലും ഈ കേക്ക് ഉണ്ടാക്കാൻ താറാമുട്ടയാണ് എടുക്കുന്നത്. ഇനി ഈ മുട്ട ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന്